പേരെന്ന് പറഞ്ഞാൽ വിനോദ്. ഞങ്ങളിപ്പോൾ കരുവന്നൂരാണ്. ഇദ്ദേഹം മിസ്റ്റർ വിനോദ് ഞങ്ങളുടെ പഴയ മെമ്പറാണ്. അദ്ദേഹം പാർട്ടിയിലൊക്കെ കുറേ കാലം വർക്ക് ചെയ്തൊരു മനുഷ്യനാണ്. ചെറുപ്പം നല്ല കാലമൊക്കെ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളാണെന്ന് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. 5 കൊല്ലം ആൾ ഇവിടുത്തെ മെമ്പറായിരുന്നു. ഇപ്പോൾ പാർട്ടിയിൽ അത്ര ആക്റ്റീവല്ല. ഇത് ഗീതാസ് ഫാമിലി ചാനലിൽ വരും കേട്ടോ. ഗീതാസ് ഫാമിലി ചാനൽ എന്ന് പറയുമ്പോൾ ഒരു ചാനലുണ്ട്, അതിലാവും. ഇപ്പം എത്ര കാലം സാറേ പാർട്ടിയിലുണ്ടായിരുന്നു? ഒരുപാട് കാലം ഉണ്ടായിരുന്നോ? 10-20 കൊല്ലം ഉണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടുണ്ട് അല്ലേ? ചെറുപ്പം തൊട്ടുണ്ട്. എത്ര കൊല്ലം ഇവിടെ മെമ്പറായിരുന്നു? നമ്മുടെ 2000 തൊട്ട് 2005 വരെ നമ്മുടെ മെമ്പറായിരുന്നു. ആഹാ, വെരി ഗുഡ്. അന്ന് മുനിസിപ്പാലിറ്റി അല്ല അല്ലേ? പഞ്ചായത്തല്ലേ? പഞ്ചായത്താണ്. അതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ മുനിസിപ്പാലിറ്റി ആയതല്ലേ? ഇരിങ്ങാലക്കുട നഗരസഭ അതിന് ശേഷമായത്. അതിക്ക് മുന്നേ പുറത്തുശ്ശേരി പഞ്ചായത്താണ്. പുറത്തുശ്ശേരി എത്രാമത്തെ വാർഡിലായിരുന്നു സാറ്? 18-ാം വാർഡിലായിരുന്നു, മെമ്പറായിരുന്നു. 5 കൊല്ലം മെമ്പറായിട്ട് വർക്ക് ചെയ്തൊരു മനുഷ്യനാണെന്ന്. വേറെ ഇപ്പോൾ വല്ല കമ്മിറ്റികളിൽ അങ്ങനെ വല്ലതൊക്കെ ഉണ്ട്? അപ്പോൾ ഈ പാർട്ടി പരിപാടികൾ അധികം പങ്കെടുക്കണില്ലാന്നല്ലേ? ആയിക്കോട്ടെ. പാർട്ടിയുടെ അനുഭാവിയായിട്ട് നടക്കണമെന്നല്ലേ? പിണറായി സർക്കാരിന് അഭിവാദ്യങ്ങളുണ്ട്. അതായത് പിണറായി സർക്കാർ ഇപ്പോഴും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോഴും പാർട്ടിയിൽ വലിയ ആക്റ്റീവ് ഒന്നുമില്ലെങ്കിലും പാർട്ടി പരിപാടികളൊക്കെ പങ്കെടുക്കണമെന്നല്ലേ? അടുത്ത ഈ പാർട്ടിയിലൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ഇവിടെ പറയാൻ എന്നിട്ടുള്ളത് സാറിന്? നല്ല പ്രവർത്തനമോ ഒന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷിച്ചിട്ട് ഈ പാർട്ടി കൊണ്ടു നടക്കരുതല്ലേ? കാശ് അല്ലെങ്കിൽ വേറെ വ്യാമോഹങ്ങളൊന്നും പാടില്ല. ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക പാർട്ടിക്ക് വേണ്ടിട്ട്. അത് അപ്പോൾ ജനങ്ങള് അതിനുള്ള പിന്തുണ നൽകും. ഏത് പാർട്ടി ആയാലും അല്ലേ? അല്ലാണ്ട് പിന്നെ ഇത് കിട്ടി നമുക്ക് 5000 കിട്ടണം, 10000 കിട്ടണം, അല്ലെങ്കിൽ 1,00,000 കിട്ടണം, അങ്ങനെയുള്ള ഇതല്ല. നമ്മുടെ ജീവിതത്തില് നിസ്സാരത്തിന് പ്രവർത്തിക്കുക. അപ്പോൾ അതിനുള്ള പ്രതിഫലം കിട്ടുന്നല്ലേ? അപ്പൊ ജനങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഞാനിപ്പോ 18-ാം വാർഡ് ശിവരാമൻ നായർ കോൺഗ്രസിന്റെ വ്യക്തിനെ തോൽപ്പിക്കുന്നു. തോൽപ്പിക്കാൻ കാരണം ജനങ്ങൾ എനിക്ക് അംഗീകാരം. അയാള് ഭയങ്കര നേതാവായിരുന്നു അല്ലേ? അയാളെ ഞാൻ തോൽപ്പിച്ചിട്ടുണ്ട്. അയാളെ തോൽപ്പിക്കുക. അന്ന് എത്ര വയസ്സുണ്ടാവും? ഇപ്പൊ ഒരു 5 കൊല്ലം മുന്നേ അല്ലേ? അത്രയാ ഈ നഗരസഭ പറഞ്ഞേക്കാളും മുന്നേ, ഒരു 5 കൊല്ലം മുന്നേ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. ബെസ്റ്റ് വിഷസ്. താങ്ക് യു. തമിഴ്നാട്. അപ്പോൾ തമിഴ് ഇവിടെ ഇപ്പം എത്ര കാലമായി വന്നിട്ട്? 5 കൊല്ലം. മലയാളമൊക്കെ അറിയും? ഓക്കെ. आपका गाँव किधर है भाई? झारखंड है. इधर से काम करने का आएगा ना? अच्छा, इधर ही कितने साल है अभी? 6 साल हो गया. 6 साल है. അപ്പോൾ മലയാളം മാലു है ना? थोड़ा മാലു है. എങ്ങനെയുണ്ട് വർക്ക്? എങ്ങനെയുണ്ട്? എന്തിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യണത്? വീടിന് വേണ്ടിയിട്ട് അല്ലേ? കുട്ടികളുണ്ടോ? ഭാര്യ കുട്ടിയൊക്കെ ഉണ്ടോ? ठीक है भाई, इधर देखो. तुम्हारा नाम? आपका नाम? योगेश कुमार. अच्छा, ठीक है. तुम्हारा नाम? वसीम अंसारी. किधर से? झारखंड, धनबाद. झारखंड इधर से. हेलो भाई, इधर नाम? अरविंद कुमार. अच्छा, ठीक है. नाम? काम करने का इधर ही आएगा? अच्छा, कितने साल? 3 महीने. 3 महीने. अच्छा, ठीक है. मलयालम मालूम है ना? സാർ നമ്മുടെ പേര് சொல்லுங்க സാർ. ഇളങ്കോ. നേറ്റീവ് പ്ലേസ് എങ്ങനെ? ശിവകാശി. ഇങ്ങ കേരളയിൽ വേല ചെയ്തുക? ഇങ്ങ എന്നെ വേല? അച്ഛാ. വീട്ടില് ആരെല്ലാരൊക്കെ അവിടെയാ? സാർ അച്ഛാ. ഭാര്യ ഇതെല്ലാം കുട്ടി എല്ലാവരും കല്യാണം കഴിയില്ല? ഓക്കെ, താങ്ക് യു. നമസ്തേ. രാഷ്ട്രീയം ഒഴിച്ച് ബാക്കി എല്ലാ തൊഴിലുകളും വളരെ അന്തസ്സുള്ളതാണെന്ന് പറയുന്നുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിലല്ല, അതൊരു സേവനമാണ്. അതുകൊണ്ടാണ് അതിനെ ഇതിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. ഓക്കെ.